ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ. എന്താ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഷോർട്സിലും വീഡിയോസിലെല്ലാം ഈ ടോ അധികം പറയുന്നതുകൊണ്ട് ഞാനത് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വേറൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവർ കാണണേ. അപ്പോൾ അതിൽ ഞാൻ കൂടുതലും ഇങ്ങനെ പറയുന്ന രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഫുൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അധികം പണിയൊന്നുമില്ല. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ ഇതിലെ ഈ വൈറ്റ് സംഭവം ഈ ഒരു ഇതും വേറെ ചെയ്യുന്നതാണ്. വേറെ സ്റ്റിച്ചിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തത് കോട്ടൺ യാണാണ്. എൻ്റെ എല്ലാ പ്രൊജക്റ്റിലും ഞാൻ ഈ യാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വിചാരിച്ചാൽ എനിക്കിങ്ങനെ ഒരുപാട് യാൺസ് വേസ്റ്റാക്കി കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ ഞാൻ ഒന്നിൽ മാക്സിമം പ്രൊജക്റ്റ് ചെയ്തിട്ട് അടുത്ത യാണ് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടി എടുത്തത് ഈ ഒരു 2 ഡിസൈറിൻ്റെ കോട്ടൺ യാണാണ്. ഈ ഒരു വൈറ്റും അതുപോലെ തന്നെ വൈറ്റ് അല്ല, ഇത് ഓരോ ഓഫ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ കളറും. പിന്നെ ഞാൻ എടുത്തത് ഈ ഒരു 4mm ഹുക്കാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹുക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇത് കുറച്ച് പോയിട്ടുണ്ട്. ഇത് ഞാനൊരു കിറ്റ് വാങ്ങിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ഹുക്കാണ്. ഇതുകൊണ്ട് ചെയ്യാൻ ബാക്കിയുള്ള ഹുക്കിനെക്കാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് ഭയങ്കര ഒരു ഈസി ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇതൊരു 4mm ഹുക്കാണ് കേട്ടോ. ഇതിന് ഇങ്ങനെയുള്ളൊരു റബ്ബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പം കേട്ടോ. പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ഹുക്ക് കിട്ടും. ഈ ഒരു സാധനം ഇല്ലാതെ 12 റുപ്യ 15 റുപ്യക്ക് നമുക്ക് ഈ ഒരു ഹുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹുക്കും യാണും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ടാണ് കേട്ടോ. സ്ലിപ്പ് നോട്ടിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്ലിപ്പ് നോട്ടിൽ 5 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇടുന്നത്. 5 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 4 5. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻറ്റു ദ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ്. അത് നമ്മൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ ഇപ്പം ഞാനിവിടെ എൻ്റെ സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഒരു റൗണ്ട് കിട്ടും. നമ്മുടെ മാജിക് റിംഗ് ഒക്കെ പോലത്തെ റൗണ്ട് കിട്ടും. ഈ റൗണ്ടിൻ്റെ അകത്താണ് നമ്മളിനി വർക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം. റൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ചെയിൻ സ്റ്റിച്ചിട്ട് അത് സെക്യൂർ ആക്കണം. ഇനി നമുക്ക് ഈ റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷ്യ ഇടാം കേട്ടോ. 12 സിംഗിൾ ക്രോഷ്യയാണ് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് പോലെ 12 സിംഗിൾ ക്രോഷ്യ ഇടാം. സിംഗിൾ ക്രോഷ്യ എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ 2 സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്യേണ്ടത്. നമുക്കിനി 12 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇവിടെ ഞാനിപ്പം എൻ്റെ 12 സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ ഏകദേശം 10 എണ്ണം ചെയ്തിട്ടുണ്ട്. അഥവാ നമുക്ക് ചെയ്യുമ്പോൾ സ്ഥലം എത്തുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു യാണ് കുറച്ച് പുറകോട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ബാക്കി 2 സിംഗിൾ ക്രോഷ്യ കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ 2 സിംഗിൾ ക്രോഷ്യയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ, അതായത് ഫസ്റ്റത്തെ നമ്മൾ ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഹോളൊന്ന് ക്ലോസ് ചെയ്യാനാണ് കേട്ടോ വലിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ നടുക്കുള്ള ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 4 ആണ്. 1 2 3 4 ചെയിൻ 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ചെയിൻ 4 ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യണം. ശേഷം പുള്ളപ്പേ ലൂപ്പ് കുറച്ച് ഹയറിൽ നമുക്ക് ലൂപ്പ് ഉണ്ടാക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രം പുള്ളപ്പ് ചെയ്യണം കേട്ടോ.
ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രമേ. അതിനുശേഷം വീണ്ടും നമുക്ക് അതേ സ്റ്റിച്ച് വെച്ച് യാൺ ഓവർ ചെയ്ത് സെയിം സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രം യാൺ ഓവർ ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 3 വട്ടം ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി 2 ചെയ്തു. ഇനിയിപ്പം ഞാൻ മൂന്നാമത്തതാണ് ചെയ്യുന്നത്. മൂന്നാമത് ഞാൻ യാൺ ഓവർ ചെയ്ത് സെയിം സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സ് മാത്രം പുള്ളപ്പ് ചെയ്ത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേ സ്റ്റെപ്പ് നമ്മൾ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സ്റ്റിച്ചിലും കൂടി ചെയ്യണം. അതായത് നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ യൂസ്ഡ് ഫോർ 1 പെറ്റലാണ്. അതായത് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ഒരു പെറ്റൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത അതേ സ്റ്റെപ്പ് നമ്മുടെ ആ യാൺസൊക്കെ ഹുക്കിൽ തന്നെ വെച്ചിട്ട് വീണ്ടും ചെയ്യണം കേട്ടോ. ഒരിക്കലും കൂടി വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഇതേ സ്റ്റെപ്പ് ഞാൻ ഒരിക്കലും കൂടി ചെയ്ത് കാണിക്കാം കേട്ടോ. ഫൈനലി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7 ഹുക്സ് അല്ലെങ്കിൽ 7 യാൺസ് നമ്മുടെ ഹുക്സിലുണ്ടാവും കേട്ടോ. അതിൽ നമുക്ക് ഫസ്റ്റ് ലൂപ്സിലേക്ക് കൂടി യാൺ ഓവർ ചെയ്യാം കേട്ടോ. പിന്നെ വീണ്ടും നമ്മുടെ ലാസ്റ്റ് 2 ലൂപ്സിലേക്ക് കൂടി യാൺ ഓവർ ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു പെറ്റലിൻ്റെ ഒരു സ്റ്റെപ്പ്. അതിനുശേഷം നമുക്ക് ചെയിൻ 3 ഇടാം. 1 2 3. അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൽ, അതായത് നമ്മുടെ സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സെക്കൻഡ് സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണേ. ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ. ഇപ്പം നമ്മുടെ ഒരു പെറ്റൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ 6 പെറ്റൽസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒരുമിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ചെയിൻ 4 ആണ്. 1 2 3 4. ഒരു മിനിറ്റ്, 4 ആയില്ല. ഓക്കെ, 4. അതിനുശേഷം നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തിട്ട് ഇത് വെരി ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നീട് ഒരു പുള്ളപ്പ് ലൂപ്പ് ഉണ്ടാക്കുന്നു. അത് കുറച്ച് ബിറ്റ് ഹയറിൽ വേണം ഉണ്ടാക്കാൻ. അതിനുശേഷം ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രം നമ്മൾ പുള്ളപ്പ് ചെയ്യുന്നു. വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് 2 ലൂപ്സ് മാത്രം പുള്ളപ്പ് ചെയ്യുന്നു. അതുപോലെ വീണ്ടും അതേ സെയിം സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രം പുള്ളപ്പ് ചെയ്യുന്നു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വരുന്നു. അവിടെയും യാൺ ഓവർ ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, ലൂപ്പ് ഉണ്ടാക്കുന്നു, ഫസ്റ്റ് 2 ലൂപ്സിൽ മാത്രം പുൾ ഓവർ ചെയ്യുന്നു. അങ്ങനെ അവിടെയും 3 പ്രാവശ്യം ഇതേ സെയിം സ്റ്റിച്ച് നമ്മൾ ആരംഭിക്കുന്നു. ഫൈനലി നമുക്ക് 7 യാൺസ് നമ്മുടെ ഹുക്കിലുണ്ടാവും. അതിൽ നമ്മൾ 6 യാൺസിൽ നമ്മൾ പുള്ളപ്പ് ചെയ്തിരുന്നു. ബാക്കി അവസാനത്തിൽ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് പുള്ളപ്പ് ചെയ്യുന്നു. പിന്നെ വീണ്ടും നമ്മൾ ചെയിൻ 3 ഇടുന്നു ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ദ സെക്കൻഡ് സ്റ്റിച്ച്. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെറ്റൽസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 6 എണ്ണം ചെയ്ത് തീർക്കണം. ഇനി ഞാൻ അല്പം സ്പീഡിൽ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കാണാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ചെയിൻ 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ഫസ്റ്റ് സ്റ്റിച്ചിൽ, അതായത് നമ്മളെ ഫസ്റ്റ് പെറ്റൽ ഉണ്ടാക്കിയ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് കട്ട് ഓഫ് ചെയ്യാം നമ്മുടെ യാൺസ്. ഇത് നമ്മുടെ ഫ്ലവർ ഇപ്പം ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം, ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇതാ ഞാൻ ഇവിടെ ടൈറ്റാക്കി വലിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ യാണ് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫ്ലവറിൻ്റെ നടുക്കുള്ള ആ ഒരു ഉണ്ട പോലത്തെ എന്തോ ഒരു സാധനം, അതാണ് നമുക്ക് ആക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ യാണ് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് സ്ലിപ്പ് നോട്ട് ഇടാം കേട്ടോ. സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 5 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇടേണ്ടത്. 5 ചെയിൻ സ്റ്റിച്ചസ്. 1 2 3 4 5. ഇപ്പോൾ നമ്മൾ 5 ചെയിൻ സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ബിറ്റ് ഹയറിൽ യാൺ ഓവർ ചെയ്ത ശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ പുള്ളിപ്പോൾ ലൂപ്പ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ യാൺ ഓവർ ചെയ്ത് ലൂപ്പിലേക്ക് കൂടി ഒന്നിലും ഇൻസേർട്ട് ചെയ്യേണ്ട. വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. കുറച്ച് ബിറ്റ് ഹയറിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിലും യാൺ ഓവർ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലൂപ്പ് ക്ലോസ് ആക്കണ്ട. നമ്മൾ വീണ്ടും വീണ്ടും ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. യാൺ ഓവർ ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഇത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആക്കുക കേട്ടോ. ഏകദേശം ഒരു 5 or 6 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണേ. പിന്നെ ചില യാൺസിൽ നമുക്ക് അധികം റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളെ യാണിനോട് എത്രമാത്രമാണ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 5 or 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ആ മുഴുവൻ യാൺസിൻ്റെ ഉള്ളിലേക്ക് കൂടിയും ലാസ്റ്റത്തെ ഒന്നൊഴികെ മുഴുവൻ യാൺസിൻ്റെ ഉള്ളിലേക്ക് കൂടിയും നമുക്ക് പുള്ളപ്പ് ചെയ്യണം കേട്ടോ. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലാസ്റ്റത്തെ ഒന്നിലൊഴികെ ബാക്കി മുഴുവൻ യാൺസിലൂടെ നമ്മൾ പുള്ളപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒന്നിൽ നമ്മൾ അതിന് ശേഷം ചെയ്യും കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ യാണ് കട്ട് ഓഫ് ചെയ്യാം. ഇതാ ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ യാണ് കട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതാ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലോണം വലിച്ചു കൊടുക്കാം. നമ്മുടെ ആ നടുക്കുള്ള സംഭവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫ്ലവറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഫ്ലവറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ബാക്കിലോട്ട് ആ യാൺസ് വലിച്ച് ബ്രൗൺ യാൺസ് ജസ്റ്റ് ബാക്കിലോട്ട് വലിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക മാത്രം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ആ യാൺസൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനൊരു എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ യാൺ ഇവിടെ കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടൈറ്റിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന യാൺസൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.